എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നേരത്തെ നമ്മുടെ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ HSA ഇംഗ്ലീഷിൻ്റെ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സസ് ഈ യൂട്യൂബ് ചാനൽ വഴി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളൊരു HSA ഇംഗ്ലീഷ് ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ കാണണം. ഈ നോട്ട്സും ഈ ക്ലാസ്സസും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡു ഫോളോ അസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസ് പാർട്ട് ബി, ആ സെക്ഷനിലെ ഫസ്റ്റ് സെക്ഷനായിട്ടുള്ള സോണറ്റ് 121 ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദിസ് ബെറ്റർ ടു ബി വൈൽ ദാൻ വൈൽ എസ്റ്റീംഡ്, ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സോണറ്റ്സ് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. ഷേക്സ്പിയറെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സോണറ്റാണ് സോണറ്റ് 121. അതിൻ്റെ മറ്റൊരു പേര് ദിസ് ബെറ്റർ ടു ബി വൈൽ ദെൻ വൈൽ എസ്റ്റീംഡ് എന്നാണ്. നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് എ സോണറ്റ്. അപ്പം സോണറ്റ് 121 പോകുന്നതിന് മുന്നായിട്ട് എന്താണ് സോണറ്റ് എന്ന് നമുക്കറിയണം. So a sonnet is a poem structured in the form of 14 lines. ഇപ്പോൾ ഒരു സോണറ്റിന് 14 ലൈൻസ് ആണ് ഉണ്ടാവുക. Then it will be usually written in iambic pentameter. അപ്പോൾ iambic pentameterലാണ് അത് എഴുതാറുള്ളത്. Now it expresses a specific thought or idea. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള തോട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ, അത് റിലേറ്റഡ് ആയിട്ട് എഴുതപ്പെട്ടതായിരിക്കും ഓരോ സോണറ്റ്സും. ഓക്കെ, ഇറ്റ് യൂട്ടിലൈസസ് എൻ എസ്റ്റാബ്ലിഷ്ഡ് റൈം സ്കീം. എന്താണ് റൈം സ്കീം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? ഇറ്റ് ഈസ് എ പാറ്റേൺ ഓഫ് റൈം ദാറ്റ് കംസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് വേഴ്സ് ഓർ ലൈൻ ഓഫ് എ പോയം. എ ബി സി ഡി അങ്ങനെയുള്ള റൈം സ്കീമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഒരു പെർട്ടിക്കുലർ റൈം സ്കീം എപ്പോഴും ഒരു സോണറ്റിന് ഉണ്ടായിരിക്കും. Now comes a very important personality and his name is Petrarch. Petrarch ആണ് സോണറ്റ്സിനെ പെർഫെക്റ്റ് ചെയ്തത്. And he made this poetic form famous all around the world. Petrarch എന്ന് പറയുന്നത് ഇറ്റാലിയൻ റൊണൈസൻസ് ലീഡർ ആയിരുന്നു, and he was the one who perfected this sonnets. Now there are certain Elizabethan English poets, especially Shakespeare, who adapted these sonnets. അപ്പോൾ അങ്ങനെയുള്ള ഒരു സോണറ്റാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. Now let's see the details regarding Shakespeare's sonnets. Okay, Shakespeare wrote 154 sonnets. 154 സോണറ്റ്സ് ആണ് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1609. 1609 അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹിസ് മെയിൻ തീംസ് ആർ ലവ്, ടൈം, ചേഞ്ച്, ഏജിങ്, lust, absence, infidelity and the quest of ideal in the context of love. അപ്പോൾ ഈ പറയുന്ന തീംസാണ് ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ സോണറ്റ്സിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ ഫ്രം സോണറ്റ് 1 to 126 ഇറ്റ് ഈസ് നൗൺ ആസ് ഫെയർ യൂത്ത് സോണറ്റ്സ്. ഓക്കെ, അപ്പം സോണറ്റ് 1 മുതൽ സോണറ്റ് 126 വരെ ഇറ്റ് ഈസ് അഡ്രസ്ഡ് ടു എ മാൻ, a young man who is socially superior to the speaker. അപ്പോൾ സ്പീക്കറിനെക്കാളും സോഷ്യലി സുപ്പീരിയർ ആയിട്ടുള്ള ഒരു യങ് മാനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള സോണറ്റുകളാണ് സോണറ്റ് 1 to 126. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സിലബസിലുള്ള സോണറ്റ് 121 എന്ന് പറയുന്നത് ഇറ്റ് belongs to the group called fair youth sonnets. Okay, now from sonnets 127 to 152 it is addressed to a woman, and she is addressed as dark lady. Hence those group of sonnets are known as dark lady sonnets. അപ്പം 127 മുതൽ 152 വരെയുള്ള സോണറ്റ്സിനെ ഡാർക്ക് ലേഡി സോണറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. Now sonnet 153 and 154, അപ്പോൾ ലാസ്റ്റ് ഉള്ള രണ്ട് സോണറ്റ്സ് that is focused on the classical god called Cupid. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സോണറ്റ്സിൻ്റെ ഈ ഒരു കളക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ലാസ്റ്റ് ഉള്ള സോണറ്റ്സ് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ അതർ ഗ്രൂപ്പ്. ഓക്കെ, so that is all about Shakespeare's sonnets.
Now let's see the structure of Shakespeare's sonnets. Shakespearian sonnets in the structure എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. So it obviously consists of 14 lines. അല്ലെ 14 lines ആണ്, because it is a sonnet. എല്ലാ സോണറ്റ്സിനും 14 lines തന്നെയാണ് ഉണ്ടാവുക. Then divided into 3 quatrains and a final concluding couplet. അപ്പം 3 quatrains എന്ന് പറയുന്നത് 4 വരികളെയാണ്. അപ്പം 4 വരികളുള്ള 3 quatrains നമുക്ക് ഈ പറയുന്ന സോണറ്റ്സിൽ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ കൺക്ലൂഡിങ് കപ്ലെറ്റ്. അപ്പം അത് ഈ 3 quatrains കഴിഞ്ഞിട്ടുള്ള 2 ലൈൻസിനെയാണ് നമ്മൾ കൺക്ലൂഡിങ് കപ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒബ്വിയസ്ലി ഷേക്സ്പീരിയൻ സോണറ്റ് കൺസിസ്റ്റ് ഓഫ് 3 quatrains ആൻഡ് 1 couplet. ഓക്കെ, ഇനി ഷേക്സ്പീരിയൻ സോണറ്റ്സിൻ്റെ റൈം സ്കീം നോക്കൂ. എ ബി എ ബി, സി ഡി സി ഡി, ഇ എഫ് ഇ എഫ്, ജി ജി. ഇതാണ് ഷേക്സ്പീരിയൻ സോണറ്റ്സിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ഷേക്സ്പീരിയൻ സോണറ്റ്സ് ഈസ് അതർവൈസ് നൗൺ ആസ് ഇംഗ്ലീഷ് സോണറ്റ്. അപ്പം ഷേക്സ്പീരിയൻ സോണറ്റ്സുകളെ ഇംഗ്ലീഷ് സോണറ്റ്സ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ടെക്സ്റ്റ്. സോണറ്റിലോട്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് നോക്കാം. സോണറ്റ് 121, ദിസ് ബെറ്റർ ടു ബി വൈൽ ദെൻ വൈൽ എസ്റ്റീംഡ്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ സോണറ്റിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. ദിസ് ബെറ്റർ ടു ബി വൈൽ ദെൻ വൈൽ എസ്റ്റീംഡ് വെൻ നോട്ട് ടു ബി റിസീവ്സ് റിപ്രോച്ച് ഓഫ് ബീയിങ് and the just pleasure lost which is so deemed not by a feeling but by others seeing. ഇവിടെ പോയറ്റ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ഈവൻ ദോ വി ആർ നോട്ട് ഈവിൾ, മെനി അതേഴ്സ് കൺസിഡർ അസ് ആസ് ഈവിൾ. അപ്പം നമ്മൾ ഓൾറെഡി ഈവിൾ അല്ലെങ്കിലും മറ്റുള്ളവർ നമ്മളെ ഈവിൾ ആയിട്ടാണ് കാണുന്നത്. സോ ഹിയർ ദ പോയറ്റ് സേസ് ദാറ്റ് being vile or evil is actually better than being considered as vile by others. ഓക്കെ, അപ്പം ഇവിടെ പോയിട്ട് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ ഈവിളായിട്ട് കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ സ്വയം ഈവിൾ ആവുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, വിത്ത് അതേഴ്സ് ലേബലിംഗ് വൺ ആസ് ഈവിൾ, ഹീ ഓർ ഷീ ഈസ് ആക്ച്വലി ഡിപ്രൈവ്ഡ് ഓഫ് ഗെറ്റിംഗ് എനി ഓപ്പർച്യൂണിറ്റീസ് to commit vile acts and hence is deprived of the satisfaction of committing such evils. Okay, അപ്പം ഒരാളെ നമ്മൾ ഈവിൾ ആണ് എന്ന് പറഞ്ഞ് ലേബൽ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ആ പറയുന്ന വ്യക്തി ഈവിൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യുക വഴി കിട്ടേണ്ട സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ആവുന്നു എന്നാണ് പറയുന്നത്. Okay, so in these lines the speaker is vaguely suggesting that he dislikes hypocrisy and that he is going to focus on being himself. Okay, അപ്പം മറ്റുള്ളവർ ഹിപ്പോക്രാറ്റിക് ആയിട്ട് ചിന്തിക്കുന്നത് നോക്കേണ്ട, കൺസിഡർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല, ഞാൻ എന്താണെന്ന് എനിക്കറിയാം. ആൻഡ് ഐ ആം ഗോയിങ് ടു ഫോക്കസ് ഓൺ മൈസെൽഫ് എന്ന ഒരു വേഗ് ഐഡിയ ആണ് ഈ ക്വാഡ്രൻറ്റിൽ ഷേക്സ്പിയർ നമുക്ക് തരുന്നത്. And also it is shedding some light into the self-reflective thoughts of Shakespeare. Okay, now let's see the second quadrant. For why should others' false adulterate eyes give salutation to my sportive blood? Or on my frailties, why are failure spies, which in their wills count bad that I think good? ഇവിടെ പോയിട്ട് പറയുന്നത് നോക്കൂ. Here the poet is raising certain valid questions. ഇപ്പോൾ 2 വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പോയിട്ട് റേസ് ചെയ്യുന്നത്. And the first one among that is he is wondering why these corrupted, these hypocritical people are criticizing him. Okay, അപ്പോൾ ഓൾറെഡി കറപ്റ്റഡ് ആയിട്ടുള്ള അതുപോലെ ഹിപ്പോക്രിറ്റിക്കൽ ആയിട്ടുള്ള ഈ ആളുകൾ എന്തിനാണ് എൻ്റെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യുന്നത്, എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? അപ്പം അവരുടെ കാര്യം ആദ്യം അവർ കൺസിഡർ ചെയ്യട്ടെ, അതിനുശേഷം വേണ്ടേ എൻ്റെ ലൈഫിലോട്ട് എത്തി നോക്കാൻ എന്നാണ് ഇവിടെ പോയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ദേ ഹാവ് ദെയർ ഓൺ സിൻസ് ടു ബി കൺസേൺഡ് വിത്ത്. ഓക്കെ, വിത്തൗട്ട് ബോദറിങ് അബൌട്ട് ദാറ്റ് ദേ സീംസ് ടു ബി കൺസേൺഡ് അബൌട്ട് പോയറ്റ്സ് ലസ്റ്റ്ഫുൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്പോർട്ടീവ് ബ്ലഡ്. അപ്പം സ്വന്തം കുറ്റങ്ങളെ മറച്ചു വെച്ച്, ഇപ്പോൾ സ്വന്തം കുറ്റങ്ങളെയും കുറവുകളെയും കണക്കിലെടുക്കാതെ മറ്റുള്ളവരുടെ വീക്ക്നെസ്സസും മറ്റുള്ളവരുടെ
ഡ്രോബാക്സും മാത്രം കൺസിഡർ ചെയ്യാനായിട്ട് എന്തിനാണ് ശ്രമിക്കുന്നത് മറ്റുള്ളവർ എന്നാണ് ഇവിടെയുള്ള ഷേക്സ്പിയറുടെ ചോദ്യം. ആൻഡ് ഇറ്റ് ഈസ് വെരി വാലിഡ്. നൗ or he adds, why should those same people comment on his life and decide what he thinks is good or bad? അപ്പോൾ എൻ്റെ ലൈഫിൽ നല്ലതിത് നന്നല്ലാത്തതിത് എന്ന് പറഞ്ഞ് ഞാൻ വേർതിരിച്ച് വെച്ച ചില ഓപ്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഈ പറയുന്ന ഹിപ്പോക്രിറ്റിക്കലായിട്ടുള്ള ആളുകൾ എന്തിനാണ് ഇതിൽ ഇടപെടാൻ വരുന്നത്? ഓക്കെ, എന്തിനാണ് എൻ്റെ ലൈഫിലെ ചോയ്സസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഹിപ്പോക്രിറ്റിക്കലായിട്ടുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്തിനാണ് ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം വണ്ടർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് പോസിബിൾ ദ സ്പീക്കർ അല്യൂഡ്സ് ദാറ്റ് വാട്ട് വൺ തിങ്സ് ഇസ് ബാഡ് ഈസ് ആക്ച്വലി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അല്യൂഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി ഹീ ഈസ് സെയിങ് ദാറ്റ് നമ്മൾ ചിലപ്പം നല്ലത് എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പം നല്ലതായിക്കൊള്ളണമെന്നില്ല. മേ ബി നമ്മൾ ഈവിൾ ആണ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പം ഈവിൾ ആകണമെന്ന് ഇല്ല എന്നാണ് അദ്ദേഹം ഇതിലൂടെ എല്യൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ലീഡ്സ് ടു ദ സ്പീക്കേഴ്സ് ഡിറ്റർമൈൻഡ് അസേർഷൻ ദാറ്റ് ഹീ ഈസ് ഗോയിങ് ടു ബി ട്രൂത്ത്ഫുൾ അബൌട്ട് ഹിസ് എറേഴ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള അസേർഷനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. Now let's move on to the third quadrant. No, I am that I am and they that level. At my abuses reckon up their own. I may be straight, though they themselves be bevel. By their rank thoughts my deeds must not be shown. അപ്പോൾ ഈ പറയുന്ന തേർഡ് ക്വാർട്ടറിൽ സ്പീക്കർ പറയുന്നത് ഇതാണ്: ഹീ ഈസ് വാട്ട് ഹീ ഈസ്. ഞാൻ എന്താണെന്ന് എനിക്കറിയാം. He is not going to change for anyone, especially not for the hypocrites who condemn him. അപ്പം ഞാൻ എന്താണ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള അറിവ് എനിക്കുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പം എസ്പെഷ്യലി ഫോർ ദിസ് ഹിപ്പോക്രൈറ്റ്സ്. അപ്പം മറ്റുള്ളവർ എന്തു പറയുന്നു, മറ്റുള്ളവർ അങ്ങനെ വിചാരിക്കുമോ, അങ്ങനെ വിചാരിച്ചാൽ അത് മോശമല്ലേ, ഇങ്ങനെയുള്ള തോട്ട്സ് എല്ലാം അദ്ദേഹത്തിനെ ബാധിക്കില്ല എന്നാണ് റൈറ്റർ പറയുന്നത്. ഓക്കെ, വെൻ സംവൺ സ്പീക്സ് ഔട്ട് അഗെയിൻസ്റ്റ് ഹിം ദേ ആർ ഓൺലി റിവീലിംഗ് ദെംസെൽസ് ദേ ആർ ജസ്റ്റ് ആസ് ബാഡ് ഇഫ് നോട്ട് വേഴ്സ്. അപ്പം മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആളുകൾ തീർച്ചയായും അവരുടേതായിട്ടുള്ള കുറ്റങ്ങൾ ഉള്ളവരായിരിക്കും എന്നാണ് ഇവിടെ റൈറ്റർ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഹി മേ ബി സ്ട്രെയിറ്റ് ആൻഡ് ദാറ്റ് they themselves be evil or crooked or corrupt. അപ്പം ഞാൻ തന്നെ ആയിരിക്കാം ശരി, ഓക്കെ, പക്ഷേ അവർ ചെയ്യുന്നത് എന്തോ അത് ഈവിൾ ആയിരിക്കാം, പക്ഷെ അത് കൺസിഡർ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഇല്ല എന്നാണ് ഇവിടെ ഷേക്സ്പിയർ പറയുന്നത്. ഓക്കെ, now let's move on to the couplet. So these are the concluding lines. Unless this general evil they maintain, all men are bad and in their badness reign. അപ്പോൾ ഈ ഫൈനൽ 2 ലൈൻസിൽ പറയുന്നത് ഇതാണ്. ഇറ്റ് മേക്സ് എ റൈമിംഗ് കപ്ലെറ്റ്. ദ സ്പീക്കർ സേസ് ദാറ്റ് വൺ കാൺട്ട് ജഡ്ജ് ഹിസ് ആക്ഷൻസ് ഇൻ ടേംസ് ഓഫ് കറപ്റ്റ്നെസ്. ഇവിടെ ഷേക്സ്പിയർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്: ലൈക്ക് ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഈവിൾനെസ് ത്രൈവ് വിത്തിൻ ദെം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, എല്ലാ ആളുകളും ബാഡ് ക്വാളിറ്റീസ് ഉള്ള ആളുകളാണ്, അവരിൽ നിറഞ്ഞു നിൽക്കുന്നത് ബാഡ് ക്വാളിറ്റീസ് ആണ്, ഈവിൾ ക്വാളിറ്റീസ് ആണ് എന്ന കോൺസെപ്റ്റിന് ഹിപ്പോക്രാറ്റുകളിൽ എപ്പോൾ മാറ്റം വരുന്നു അപ്പോഴേ അവർക്ക് ആ പറയുന്ന നാരോ മൈൻഡഡ്നെസ്സിൽ നിന്ന്, ആ ഒരു പറയുന്ന കറപ്റ്റഡ്നെസ്സിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ ഷേക്സ്പിയർ ഉദ്ദേശിക്കുന്നത്. That is why he says that unless hypocrites are ready to break away from the belief that all men are bad and evilness thrive within them, they will not be able to free themselves from the evil within them. With that, we are winding up today's session. Hope this sonnet is clear for you. If you are having any doubts regarding this sonnet, you may comment in the comment box below. And if you find this video to be useful, you may share it with your friends. So stay tuned for more HSA English related videos. We'll be uploading it soon. Thank you so much for your time. Have a good day. Happy learning.